നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ജീവിതത്തിലും ബിസിനസ്സിലും ഉയർച്ച ഉണ്ടാകുന്നത്, വളർച്ച ഉണ്ടാകുന്നത് ഓരോ ഘട്ടങ്ങളായിട്ടാണ്, സ്റ്റേജ് ബൈ സ്റ്റേജാണ്. നമ്മുടെ തുടക്ക സമയത്ത് നമ്മളെന്തായിരുന്നു, കുട്ടിക്കാലം അല്ലേ? അത് കഴിഞ്ഞ് നമ്മൾ നേഴ്സറി പോകുന്ന ഒരു കാലഘട്ടം, അത് കഴിഞ്ഞ് നമ്മളൊരു 5ാം ക്ലാസ് വരെയുള്ള കാലഘട്ടം, അത് കഴിഞ്ഞ് നമ്മുടെ ഒരു ഹൈസ്കൂൾ കാലഘട്ടം, അത് കഴിഞ്ഞൊരു ഹയർ സെക്കൻഡറി കാലഘട്ടം, പിന്നെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ PG കാലഘട്ടം, അത് കഴിഞ്ഞ് ജോലിക്കാരനെന്നുള്ള കാലഘട്ടം, അത് കഴിഞ്ഞ് ഒരു കുടുംബം, കല്യാണം, അങ്ങനൊരു കാലഘട്ടം, അത് കഴിഞ്ഞ് അച്ഛനായി മാറിയ അല്ലെ അമ്മയായി മാറിയ മറ്റൊരു കാലഘട്ടം, ഇനി അത് കഴിഞ്ഞ് മുത്തശ്ശനാകുന്ന ഒരു കാലഘട്ടം. ഓരോ സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നതും ഓരോ ഘട്ടങ്ങളായിട്ടാണ്. വിച്ച് മീൻസ് ഗ്രോത്ത് ഓൾവേസ് ഹാപ്പൻസ് ഇൻ സ്റ്റേജസ്. സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഗ്രോത്ത് സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ 9 ഘട്ടങ്ങളിലുള്ള ബിസിനസ്സുകാർ എൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. ഡ്രീമേഴ്സിൻ്റെ പ്രത്യേകത, ഇവരൊരു ബിസിനസ് തുടങ്ങിയതേ ഉള്ളൂ, ഇല്ലെങ്കിൽ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇവരുടെ ടേൺ ഓവർ വിൽ ബി ബിറ്റ്വീൻ 0 to 30 lakhs. 30 ലക്ഷം രൂപ വരെ ടേൺ ഓവറുള്ള ആരൊക്കെ ഉണ്ടോ നിങ്ങളെല്ലാവരും ഏത് കാറ്റഗറി പെടും? ഡ്രീമേഴ്സ്. ഒരാശയം മുന്നോട്ട് കൊണ്ടുവന്നു, ഈ ആശയം സ്വീകരിക്കപ്പെടും എന്നൊരു സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുകയാണ് നമ്മൾ. നിങ്ങൾക്കുള്ള ഒരു പ്രൈമറി ക്വസ്റ്റ്യൻ, നമ്മൾ ഈ ഓരോ സ്റ്റേജിൻ്റെ അകത്തും 4 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്ന്, വാട്ട് ഈസ് യുവർ പ്രൈമറി ക്വസ്റ്റ്യൻ? ഈ 1ാം സ്റ്റേജിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് ഏറ്റവും ആദ്യത്തെ അവരുടെ കൺഫ്യൂഷൻ അല്ലെങ്കിൽ അവരുടെ ചോദ്യം ഇതാണ്, ഹൗ ക്യാൻ ഐ ഗെറ്റ് സ്റ്റാർട്ടഡ്? എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, ഏത് പ്രൊഡക്റ്റിൽ തുടങ്ങണം, ഏത് മാർക്കറ്റിൽ തുടങ്ങണം, ഏത് പ്രൈസിൽ തുടങ്ങണം, ഓഫീസ് വേണോ വേണ്ടയോ, ഇങ്ങനെയുള്ള പല 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 ചിന്തകൾ. സോ പ്രൈമറി ക്വസ്റ്റ്യൻ എന്താ എഴുതിക്കോ? ഹൗ ക്യാൻ ഐ ഗെറ്റ് സ്റ്റാർട്ടഡ്? എങ്ങനെ എനിക്ക് തുടങ്ങാൻ പറ്റും? ദാറ്റ്സ് യുവർ പ്രൈമറി ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് നെക്സ്റ്റ് ഈസ് എ ബ്രേക്ക് ത്രൂ ക്വസ്റ്റ്യൻ. ബ്രേക്ക് ത്രൂ ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന, ഇനി നിങ്ങൾക്ക് ഈ സ്റ്റേജ് കടന്ന് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ബ്രേക്ക് ത്രൂ ക്വസ്റ്റ്യനുള്ള ആൻസർ കണ്ടുപിടിക്കണം. ആൻഡ് ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ്, വെയർ ഈസ് ദ ബ്ലൂ ഓഷ്യൻ? ബ്ലൂ ഓഷ്യൻ എന്താണ്? ബ്ലൂ ഓഷ്യൻ എൻ്റേതായ രീതിയിൽ വ്യത്യസ്തമായി മറ്റാരും ചെയ്യാത്ത എന്ത് കാര്യം എനിക്ക് ചെയ്യാൻ പറ്റും, എന്ത് വാല്യൂ എനിക്ക് മാർക്കറ്റിലേക്ക് കൊടുക്കാൻ പറ്റും? ദാറ്റ് ഈസ് യുവർ ബ്രേക്ക് ത്രൂ ക്വസ്റ്റ്യൻ. ഇതിനുള്ള ഉത്തരം കണ്ടുപിടിച്ചാലേ നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ പറ്റൂ. പക്ഷേ ഈ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് ചില പ്രോബ്ലം ഉണ്ട്. ദേ ആർ ഹാവിങ് സം പ്രോബ്ലംസ്. എന്തൊക്കെയാണ്? ലാക്ക് ഓഫ് ക്ലാരിറ്റി, ലാക്ക് ഓഫ് ഡയറക്ഷൻ. എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം എന്നറിയില്ല, ഒരു ക്ലാരിറ്റി ഇല്ല, മൊത്തത്തിലൊരു പുക. ഇവിടെ വെച്ചൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സ്റ്റേജ് 1ൽ നിൽക്കുന്നവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതെന്താണെന്നറിയോ? ഒരവസരമുണ്ട്. എന്താണെന്നറിയോ? ഇറ്റ്സ് ഈസി ടു ലൂസ്. തോക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഇതാണ്. പരാജയപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം.